ആകാശവാണി 2026-27 കേന്ദ്ര ബജറ്റിൽ റെയിൽവേ മേഖലയുടെ ഉത്തേജനത്തിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ആകാശവാണി വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി. ഒപ്പം ഞാൻ ബിന്ദു വിനോദ്. നമസ്കാരം സർ. ചർച്ച തുടരാം. വിവിധ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. കേരളത്തിന് കാര്യമായൊന്നും ലഭിച്ചില്ല എന്നുള്ള പരാതികൾ ഉയരുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപത്തിലും വികസനത്തിലും വലിയൊരു പ്രഖ്യാപനമാണ് ഇത്തവണത്തെ ബജറ്റിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ശരിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് 3795 കോടി രൂപയാണ് 3795 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് 2009-14 കാലത്തെ അപേക്ഷിച്ച് 10 ഇരട്ടി വർധനമാണ് കാണിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ നടന്നിരിക്കുന്ന പദ്ധതികൾ കൂടി നോക്കണം. 18,041 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. 35 റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതികളിൽ പൂർണ്ണമായിട്ട് റീഡെവലപ്മെന്റ് നടത്താൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് 2,989 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റെയിൽവേ മേഖലയിലെ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു മാധ്യമം തന്നെയാണ് റെയിൽവേ. ഈ മേഖലയിൽ സാധാരണക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് ഇത്തവണ ബജറ്റിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടിക്കറ്റ് ചാർജ് കൂട്ടാതെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകുന്ന അമൃത് ഭാരത് ട്രെയിൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും മോഡലായിട്ട് നമുക്ക് മുന്നോട്ട് കാണിക്കാൻ പറ്റുന്നത്. അത് കൂടാതെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറയാവുന്നതാണ്. പണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ആ കുലുക്കമായിരുന്നു വലിയൊരു, കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ ഫീൽ ചെയ്ത് ഓർക്കുന്നുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ ട്രെയിൻ എങ്ങനെ കുലുക്കം കുറഞ്ഞ സെമി പെർമനന്റ് കംപ്ലറുകൾ, പിന്നെ ആന്റി കൈംപ്ലറുകൾ, ഇതൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രെയിനാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, സുഖകരമായിട്ടുണ്ട്. അത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പുതിയ കുട്ടികൾക്ക് അറിയാനൊക്കെ ഇല്ല, പക്ഷേ കുറച്ചുകൂടി പ്രായമാർക്കൊക്കെ അറിയാം ട്രെയിനിൽ പണ്ടുള്ള ട്രെയിനാണോ ഇപ്പോഴുള്ള ട്രെയിനാണെന്ന്. അതൊരു വലിയ വ്യത്യാസമാണ് യാത്രക്കാർക്ക്. കാരണം ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒട്ടും ക്ഷീണം തോന്നാത്ത അതുകൊണ്ടാണ്. സ്ത്രീകളുടെയൊക്കെ സുരക്ഷയ്ക്കായിട്ട് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ്? അതേപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങളോട് ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കുറച്ചുകൂടി പറയേണ്ടതുണ്ട്. കവച് സംവിധാനം, കൂട്ടിയിടിക്കൽ തടയാനായിട്ടുള്ള കവച് സംവിധാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് വലിയൊരു ഘടകമാണ്. മണിക്കൂറിൽ 180 അല്ലെങ്കിൽ 160 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ പറ്റിയ ഡിസൈനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ ട്രെയിനിൻ്റെ ബോഗികളൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂറോപ്യൻ മാനദണ്ഡങ്ങളാണ് നമ്മളിപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വലുതായി. അതുപോലെ അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ ഓരോ കോച്ചിലും ഈ അഗ്നി പ്രതിരോധ വാതിലുകളൊക്കെ ഉണ്ട്, അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വൈദ്യുത ക്യാബിനറ്റുകളിലും ടോയ്ലറ്റിലും ഒക്കെ എയറോസോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള തീപിടുത്തം ഉണ്ടായാൽ അത് കണ്ടെത്താനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. അതെ, അതൊക്കെ അടുത്ത കാലം വരെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു സാധനമാണെന്നാണ് നമ്മൾ ഓർക്കണം. പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഊർജ്ജ കാര്യക്ഷമതയൊക്കെ ആയിട്ട് ഒരു സംവിധാനമുണ്ട്. ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനർജി റീജനറേറ്റ് ചെയ്ത് തിരിച്ചെടുക്കുന്ന വൈദ്യുതിയാക്കി മാറ്റി ആ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ തോതിലാണെങ്കിലും എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ വലിയ സേവിങ്സ് ആണ് എനർജിയുടെ കാര്യത്തിൽ നടത്താൻ പോകുന്നത്. പിന്നെ ശുചിത്വ നിലവാരം നല്ല ഹൈജീനിക് ആക്കിയിട്ടുണ്ട്. ഈ വായുവിൽ നിന്നുള്ള 99% ബാക്ടീരിയകളെയും നിർജ്ജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള UVC ലാമ്പ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സംവിധാനമാണ് AC യൂണിറ്റുകളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 99% ബാക്ടീരിയകളെയും ഇല്ലാതാക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഇത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണെന്നുള്ളതാണ്. ആ ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ കേന്ദ്രീകൃതമായിട്ട് നിയന്ത്രിക്കുന്ന ഓട്ടോമാറ്റിക് പ്ലഗ് ഡോറുകൾ പല ട്രെയിനിലുണ്ട്. പിന്നെ എല്ലാ കോച്ചിലും CCTV ഒക്കെയുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ വെച്ച സ്ത്രീ സുരക്ഷയെ ബന്ധപ്പെട്ട് പറയുമ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രെയിനിലുണ്ടാകുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ CCTV എല്ലാം സഹായിക്കും. പിന്നെ RPFന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അവർക്ക് കൂടുതൽ പരിശീലനം നൽകുന്നുണ്ട്. കൂടുതൽ RPFന് റെയിൽവേ സുരക്ഷാ സേനാംഗങ്ങളെ കൂടുതലായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എവിടെയും എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റിയ സംവിധാനം ഒരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ടത് നടപ്പായി കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരനും ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ മാനേജറൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ടോക്ക് ബാക്ക് യൂണിറ്റുകൾ, അത് അത് പുതുതായിട്ട് വന്നിരിക്കുകയാണ്. അതെല്ലാം ഈ സുരക്ഷയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. ധൈര്യമായിട്ട് ഏത് സമയത്തും ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുകയാണെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എയർ കണ്ടീഷനിങ്, പിന്നെ ലൈറ്റിങ്, ഇതെല്ലാം
നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പൊക്കെ ഇത് കേടായാൽ എപ്പോഴാണ് നന്നാക്കാന്ന് അറിയില്ലായിരുന്നു, അതൊക്കെ മാറി. പിന്നെ മുകളിലെ ബെർത്തിൽ കയറുക, എല്ലാവർക്കും അപ്പർ ബെർത്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞവർക്കൊന്നും അതിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ ഗോവണിയെല്ലാം വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്കും സൗകര്യപ്രദമാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. റെയിൽവേ മേഖലയിലെ വികസനം പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന റെയിൽവേ പാലങ്ങളുടെ സുരക്ഷയും വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. ഈ റെയിൽവേ പാലങ്ങളുടെ സുരക്ഷയ്ക്കും വികസനത്തിനുമൊക്കെ എന്തൊക്കെ പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്, അതുകൂടി ഒന്ന് പറയാമോ? റെയിൽവേയിൽ ഇപ്പോൾ തന്നെ പാലങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഉണ്ട്. എല്ലാ പാലങ്ങളും അതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒരു വർഷം 2 തവണ പരിശോധിക്കും. അതാണ് ഇപ്പോഴുള്ള രീതി. ഈ പാലങ്ങളുടെ സുരക്ഷയ്ക്ക് റെയിൽവേ വൻ മുൻഗണനയാണ് നൽകുന്നത്. മറ്റൊന്നുള്ളത് മൺസൂൺ. നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ പ്രസക്തമാണ്, കേരളത്തിലും കൊങ്കണിലും ഒക്കെ. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തവണ മറ്റൊരു വിശദമായിട്ടുള്ള പരിശോധന കൂടി ഉണ്ടാവും. ചീഫ് ബ്രിഡ്ജ് എഞ്ചിനീയർ തീരുമാനിക്കും ഇത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം പാലങ്ങളുടെ അവസ്ഥ വീണ്ടും പരിശോധിക്കും. പ്രധാനപ്പെട്ട പാലങ്ങളുടെ കാര്യത്തിൽ മറ്റു പാലങ്ങളെക്കാൾ 20% കൂടുതൽ പരിശോധന നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്. ഒരൊറ്റ തവണ ഒരു വർഷത്തിൽ ചെയ്യുകയല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2022 മുതൽ 25 ഡിസംബർ വരെ റെയിൽവേയുടെ 8626 റെയിൽവേ പാലങ്ങൾ നന്നാക്കി അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പാലത്തിന്റെ അവസ്ഥ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ പരിശോധന നടത്താറുണ്ട്. പിന്നെ റോഡ് അണ്ടർ ബ്രിഡ്ജുകൾ, സബ്വേ, ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. അത് തടയാൻ പുതിയ രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ ഡ്രെയിനുകളിലേക്ക് വെള്ളം തിരിച്ചുവിടൽ, അത് വലിയൊരു പരിഹാരമാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനായിട്ട്. പിന്നെ ക്രോസ് ഡ്രെയിനുകളുണ്ട്, അത് വലിയ സഹായമായിട്ടുള്ള കാര്യമാണ്. പാലങ്ങളുടെ പുനരുദ്ധാരണം നടത്തുന്നത് റെയിൽവേ ബ്രിഡ്ജ് മാനുവൽ അനുസരിച്ചാണ്. അതനുസരിച്ചുള്ള പരിശോധനയുണ്ട്. അതുപോലെ ITP എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, പരിശോധന, പിന്നെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ഇതെല്ലാം ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കരാറുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പിഴവുണ്ടായി അല്ലെങ്കിൽ അത് കരാർ അവസാനിപ്പിക്കുന്നവരെ അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിലനിർത്തും. ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തം കൂട്ടാനായിട്ട് വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒട്ടും അലംഭാവം ഇല്ലാതെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ അവരെയും പ്രേരിപ്പിക്കും. ഇത് കരാറുകാരെ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്ന നിബന്ധനകളാണ് തീർച്ചയായിട്ടും. അതേപോലെ ഒരു കാര്യം കൂടെ സർ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണത്തെ ബജറ്റിൽ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾക്ക് നൽകിയ പ്രാധാന്യം, അത് ശരിക്കും യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതിയാണല്ലോ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. ഏത് രീതിയിലുള്ള പ്രാധാന്യമാണ് ഇത്തവണത്തെ ബജറ്റിൽ ഇതിന് നൽകിയിട്ടുള്ളത്? നമ്മൾ എപ്പോഴും വേഗത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെയൊക്കെ രീതി, മനുഷ്യരുടെ രീതിയാണ്. ഓരോ തലമുറയും പുരോഗമിക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യണം എന്നുള്ളത് അത് നമ്മുടെ ഒരു രീതിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഹൈസ്പീഡ് കോറിഡോറുകളെ കാണാനായിട്ട്. വൻ നഗരങ്ങളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുക, അതാണ് ഈ ഹൈസ്പീഡ് കോറിഡോറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഹൈസ്പീഡ് കോറിഡോറുകൾ വഴി പ്രധാന നഗരങ്ങൾ, സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇതിനൊക്കെ വേഗത്തിൽ ബന്ധിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ടൂറിസം, വ്യാപാരം, വ്യവസായ വികസനം, തൊഴിൽ സൃഷ്ടി, ഇതിനൊക്കെ വലിയ ഉത്തേജനമായിരിക്കും നൽകുന്നത്. നമ്മൾ ഇത്തവണത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെ പറ്റി ഒന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോവാം. തീർച്ചയായിട്ടും. ഡൽഹി വാരണാസി കോറിഡോറിനെ പറ്റി പറയാം. ഏകദേശം 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് എത്താൻ ഇതിലൂടെ സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, ഗണ്യമായിട്ട് കുറയുന്നത്. പിന്നെ അടുത്തതും പ്രഖ്യാപിച്ചിട്ടുള്ളത് വാരണാസിയിൽ നിന്ന് സിലിഗുരിയിലേക്കാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലേക്ക് പാട്ന വഴിയാണ് പോകുന്നത്. 2 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് ഡൽഹി പശ്ചിമ ബംഗാളിനെ പ്രായോഗികമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ ഒന്നുള്ളത് നമുക്ക് വളരെ അടുത്തുള്ള ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് 1 മണിക്കൂർ 13 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് പറയുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു സിംഗിൾ നഗരമായിട്ട് മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. കാരണം ചെന്നൈയിൽ നിന്ന് 1 മണിക്കൂർ 13 മിനിറ്റ് കൊണ്ട് എത്താം, ബാംഗ്ലൂരിൽ എത്താം എന്നാൽ ചെന്നൈയിൽ താമസിക്കുന്ന ഒരാൾക്ക് ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യുകയും തിരിച്ചു വരികയും വരെ ചെയ്യാൻ സാധിക്കും. ചെന്നൈയുടെയും ബാംഗ്ലൂരിന്റെ ഒരു പ്രത്യേകത നോക്കുമ്പോൾ നിരവധി IT കമ്പനികൾ ഉൾപ്പെടെ 2 ഇടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള അതെ, IT മാത്രമല്ല, മറ്റ് നിരവധി മേഖലകൾ, ഓട്ടോമൊബൈൽ മേഖലയുണ്ട്, നിരവധി മേഖലകളിൽ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. ചെന്നൈയിൽ താമസിക്കുന്ന ഒരാൾക്ക് ബാംഗ്ലൂരിൽ പോയി അദ്ദേഹത്തിന്റെ അന്നത്തെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ച് തിരിച്ചു വരിക, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ചു വരെ, ഇതൊക്കെ സാധ്യമാകണം. ഫ്ലൈറ്റിൽ പോകുന്നതിലും എളുപ്പത്തിലെത്താം. കാരണം ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ 3 മണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ 2 മണിക്കൂറെങ്കിലും മുമ്പ് ചെക്ക് ഇൻ ചെയ്യണം. പിന്നെ എയർപോർട്ടിലേക്കുള്ള യാത്ര അതെന്തായാലും നഗരത്തിന് പുറത്തായിരിക്കും. ഇതൊക്കെ നോക്കുമ്പോൾ 1 മണിക്കൂർ 13 മിനിറ്റ്, 1.5 മണിക്കൂർ കൂട്ടിക്കോളാം, എന്നാൽ പോലും വളരെ എളുപ്പത്തിലെത്തുന്നത്. അതുപോലെ മുംബൈ പൂനെ അടുത്ത കോറിഡോറിന്റെ, ഹൈസ്പീഡ് കോറിഡോറിന്റെ കാര്യം ഏകദേശം 48 മിനിറ്റ്സ് 48 മിനിറ്റ് കൊണ്ട് എത്താന്നാണ് പറയുന്നത്. അപ്പോൾ മുംബൈ പൂനെ ഇപ്പോഴേ കണക്റ്റഡ് ആയിട്ടുള്ള നഗരങ്ങളാണ്, മഹാരാഷ്ട്രയിലെ വൻകിട നഗരങ്ങളാണ് രണ്ടും. അപ്പോൾ മുംബൈയും പൂനെയും ഒരേ നഗരമായിട്ട് മാറാൻ പോവുകയാണ് അതോടെ. കാരണം രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് ഒരു ബസ്സിൽ കയറി പോകുന്ന അതേ ലാഘവത്തിൽ മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് എത്താൻ പറ്റും. ഇതോടെ
രാജ്യത്തെ പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള ദൂരം എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ വാക്യാർത്ഥം എടുക്കേണ്ട, യാത്രാ സമയത്തെ പറ്റി എടുക്കുക. രണ്ട് നഗരങ്ങളിൽ എത്ര കിലോമീറ്റർ ഉണ്ട് അത് കുറയാൻ പോകുന്നില്ല, പക്ഷേ മാനസികമായിട്ട് ഇത് തമ്മിലുള്ള ദൂരം കുറയാണ്. മുംബൈയിലും പൂനെയും രണ്ട് നഗരങ്ങളാണെന്നുള്ള തോന്നൽ മാറുന്നു. മുംബൈയിൽ താമസിക്കുന്നവർക്ക് പൂനെയിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും, പൂനെയിലുള്ളവർക്ക് മുംബൈയിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ സൗകര്യം കിട്ടിയാണ്. ഇങ്ങനെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ ഡൽഹി, വാരണാസി, പാട്ന, സിലിഗുരി ഹൈസ്പീഡ് കോറിഡോർ അത് പുതിയൊരു സാമ്പത്തിക ബെൽറ്റ് തന്നെയാണ് സൃഷ്ടിക്കാൻ പോണത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങൾക്ക് വലിയ വികസന സാധ്യതയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ മേഖലകളിലായിരിക്കും എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ടൂറിസം, വ്യാപാരം ഈ മേഖലകൾക്ക് ഇമ്മീഡിയറ്റ്ലി വലിയ ഗുണങ്ങൾ ഉണ്ടാക്കും. മറ്റു മേഖലകൾ പുറകെ വരും. ഇതൊക്കെയാണ് ഈ ഹൈസ്പീഡ് കോറിഡോറിന്റെ ഗുണം. അതായത് ഹൈസ്പീഡ് റെയിൽ വരുമ്പോൾ റെയിൽ മാത്രമല്ല, ജീവിതം തന്നെ മാറുകയാണ്, സമൂഹം മാറുകയാണ്. കിഴക്കൻ ഇന്ത്യക്കും പശ്ചിമ ബംഗാളിലും വലിയ നേട്ടങ്ങളാണ് സിലിഗുരി, വാരണാസി കോറിഡോർ വഴി വരുന്നത്. അവിടെയുള്ള ഗതാഗതം, വ്യാപാരം ഒക്കെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസ, മെഡിക്കൽ, ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള എൻട്രി വളരെ എളുപ്പമായി മാറുന്നു. ഹൈസ്പീഡ് കോറിഡോറുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം കൂടി നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഈ നോർത്ത് ഈസ്റ്റ് മേഖലയെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് 40 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് റെയിൽ കോറിഡോറും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വലിയ നേട്ടമായിരിക്കും ആ മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഒരുപാട് വികസനങ്ങളാണ് ഇത്തവണത്തെ ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. അതായത് ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ബജറ്റിൽ പറയുന്നുണ്ട്. സ്റ്റേഷനുകളിലും ട്രെയിനിനുള്ളിലും ശുചിത്വം നിലനിർത്തുന്നതിനുള്ള വ്യവസ്ഥകൾ ബജറ്റിലുണ്ട്. ഈ പുതിയ സംവിധാനങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരു നിരക്കും യൂസറിൽ നിന്ന്, അതായത് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതിനെപ്പറ്റി കൂടി ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാനിൽ നടപ്പാക്കി വരുന്നത്. ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേഷൻ, പിന്നെ അതിന്റെ ബന്ധപ്പെട്ട മേഖലകൾ, അങ്ങോട്ടുള്ള എൻട്രി മെച്ചപ്പെടുത്തുക, അവിടെ തൊട്ട് തുടങ്ങുകയാണ്. പിന്നെ നഗരത്തിന്റെ ഇരുവശങ്ങളുമായിട്ട് സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കൽ. റെയിൽവേ ട്രാക്കിന് 2 വശമുണ്ട്, സ്റ്റേഷന് 2 വശമുണ്ട്. ഇത് രണ്ടേയും ബന്ധിപ്പിക്കുക. അതോടൊപ്പം സ്റ്റേഷൻ കെട്ടിടം മോഡേണൈസ് ചെയ്യുക. പിന്നെ വെയിറ്റിംഗ് റൂമുകൾ, ഹാളുകൾ, ടോയ്ലറ്റുകൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ ജീവിത നിലവാരത്തിന് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് വീതിയുള്ള മേൽപ്പാലങ്ങൾ, ആളുകൾക്ക് നടന്നു പോകാനുള്ളത്, അതുപോലെ ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, റാമ്പ് എല്ലാം വെക്കുന്നുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്, യാത്രക്കാർക്ക് വളരെ സൗകര്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം. അതുപോലെ മറ്റൊരു കാര്യമാണ് വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം. ഇതുപോലെയുള്ള പദ്ധതികൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണന സാധ്യതയാണ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ആളുകൾക്കൊക്കെയാണ്, അല്ലാതെ വൻകിട കമ്പനികൾക്കല്ല ഇത് കൊടുക്കുന്നത്. ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള കിയോസ്കുകളാണ് ഉണ്ടാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ 11,650 സ്റ്റാളുകളും യൂണിറ്റുകളും ഒക്കെയാണ് ഉള്ളത്. ഇത് SC/ST സമൂഹം ഉൾപ്പെടെ യോഗ്യരായിട്ടുള്ള എല്ലാ അപേക്ഷകർക്കും ഈ സ്റ്റോളുകൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇങ്ങനെ ട്രെയിനുകളിലെ ശുചിത്വം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സ്റ്റേഷനിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി, ഇതൊന്നും യാത്രക്കാർക്കുള്ള ടിക്കറ്റ് നിരക്കുകളൊന്നും കൂട്ടിയിട്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടിക്കറ്റ് നിരക്കിൽ ഒരു വർധനയും ഇല്ലാതാണ് ഇത്രയും നൂതന സംവിധാനങ്ങളും എല്ലാം ശുചിത്വം ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പിന്നെ പാർക്കിങ്ങിന്റെ കാര്യം, നമുക്കിപ്പോൾ എല്ലാവരും കാറിലും ബൈക്കിലും ഒക്കെയാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് മൾട്ടി മോഡൽ ഇൻറ്റിഗ്രേഷൻ ഉണ്ട്. പിന്നെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ സ്റ്റേഷനിലും എക്സിക്യൂട്ടീവ് ലോഞ്ചുകളുണ്ട്. പിന്നെ ബിസിനസ് മീറ്റിങ്ങുകൾക്ക് ചില സ്റ്റേഷനിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, ലാൻഡ്സ്കേപ്പിംഗ്, അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലകളിലും പൂർണ്ണമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതെ, 1337 സ്റ്റേഷനുകളാണ് ഇതുവരെ വികസനത്തിന് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 172 സ്റ്റേഷനുകളുടെ വികസനം പൂർത്തിയാക്കി. മറ്റ് സ്റ്റേഷനുകളോട് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖം തന്നെ മാറും. സാറിപ്പോൾ പറഞ്ഞു നമ്മുടെ റെയിൽവേ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്ന പല സുപ്രധാന കാര്യങ്ങളും ഇത്തവണത്തെ ബജറ്റിൽ പറയുന്നു എന്ന്. അതായത് നമ്മളൊരു വിമാനയാത്രയിൽ ഒരു യാത്രക്കാരൻ അനുഭവിക്കുന്ന രീതിയിലുള്ള ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ട്രെയിൻ യാത്രക്കാർക്കും ലഭ്യമാകുമെന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? ലോകത്തിലെ ഏത് വികസിത രാജ്യത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ സൗകര്യങ്ങളും ഇന്ത്യൻ റെയിൽവേയിലും വരികയാണ്. അതാണ് ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. വരും വർഷങ്ങളിൽ നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യമാകും എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും. 2026-27 കേന്ദ്ര ബജറ്റിൽ റെയിൽവേ മേഖലയുടെ ഉത്തേജനത്തിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ചർച്ച സമാപിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ആകാശവാണി വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി M. പള്ളുരുത്തി. സർ, താങ്ക് യു വെരി മച്ച്. ഏകോപനം ലെമി G. നായർ, ആകാശവാണി വാർത്താവിഭാഗം മേധാവി. നിർവഹണം ബിന്ദു വിനോദ്.
നിർവഹണ സഹായം കൃഷ്ണ പ്രകൃതി ക്രിസ്റ്റഫർ.